നിയന്ത്രധന്യയിലാണ് വരുന്നെങ്കിലും എനിക്കൊന്ന് പൂക്കാലം വരവായിൽ ചെറിയ സ്കൂൾ കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ പൂക്കാലം വരവായിലുള്ള ജയറാമേട്ടനാണ് പിന്നീട് നായികയായിട്ട് കാരുണ്യത്തിൽ വരുമ്പോൾ അത് അത്തരത്തിലുള്ള ചില രസങ്ങൾ ഉണ്ടാവുന്ന ഭയങ്കര രസമല്ലേ? അതെ, തമാശക്ക് പറയാറുണ്ട് എന്നോട്, ഞാൻ 10ലും ദിവ്യ 4ലും പഠിക്കുമ്പോൾ നമ്മളൊരു പടം ചെയ്തു എന്നൊക്കെ. കാരണം ഞാൻ ആ പടത്തിൽ ഉണ്ടായിരുന്നു സ്കൂൾ കുട്ടിയായിട്ട്. ഞാൻ 10 പഠിക്കുമ്പോ അല്ലേ 4ല് പഠിക്കുമ്പോ നമ്മൾ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ചില ഭാഗ്യങ്ങൾ കിട്ടുന്നത് ഭരതൻ സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയാന്ന് പറയുന്നത് ഏതൊരാളുടെയും ഈ കാലഘട്ടത്തിൽ അന്ന് കൊമേഴ്സ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് പല പടങ്ങളും വീണുപോയപ്പോഴും ഇന്ന് കൾട്ട് ഫിലിംസ് ആണ്. ഭരതനും പത്മരാജനും ഒക്കെ ഇന്ന് നമ്മൾ ആവർത്തിച്ച് കാണുന്ന സിനിമകൾ, യങ്സ്റ്റേഴ്സ് ആഘോഷിക്കുന്ന പാട്ടുകളും ഒക്കെ ഉള്ളതാണ്. ചുരത്തിൽ അഭിനയിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? അങ്ങനെയല്ലേ നമ്മളതിന് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും. അത് അന്ന് മാക്ട, അമ്മ അവരുടെയൊക്കെ ഓരോ ആനുവൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പം മാക്ടയുടെ ഒരു താരസംഗമം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിനാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് കല്യാണ സൗന്ദര്യത്തിലെ ലളിതാൻ്റിയുടെ കൂടെയാണ്. അന്ന് തുടങ്ങിയ ആ ഒരു ബോണ്ടാണ് ലളിതാൻ്റിയായിട്ട്. അപ്പം നമ്മൾ ദേവരാഗമൊക്കെ കണ്ടിട്ട് എനിക്ക് ശ്രീദേവി മാം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം ഞാനതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വെറുതെ ലളിതാൻ്റിയെ വിളിച്ചിരുത്തിയിട്ട് എന്താ പറയുക ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ ആ ഭരതേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി അങ്ങനെ സാറിനെ ലളിതാൻ്റി പരിചയപ്പെടുത്തി തന്നു ഇവൻ. സോ ദെൻ നെക്സ്റ്റ് വേർഡ് ദറ്റ് കെയിം ഔട്ട് വാസ് നമുക്ക് ചെയ്യാട്ടോ ഒരു പടം അങ്ങനെ. സോ ഞാനും ഓക്കെ. അപ്പം ഞാൻ കല്യാണ സൗന്ദര്യം വർണ്ണപ്പാട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബട്ട് ദെൻ ആഫ്റ്റർ 2 മൂവീസ് കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു. ആൻഡ് ദെൻ ചുരം ഹാപ്പൻഡ്. അതാണ് ഇറ്റ് വാസ് ഓൾ മെന്റ് ടു ബി. അതുകൊണ്ടാണ് അതൊരു എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് എത്രത്തോളം അത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ നൗ വെൻ ഐ ലുക്ക് ബാക്ക് ഒരുപാട് സോ മെനി ലെസൺസ് ലേൺഡ് ആണ്. ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വർണ്ണപ്പകിട്ടിൽ മാണിക്കക്കല്ലായി മേഞ്ഞു മെനങ്ങിയ മാമണി കൊട്ടാരം, അതിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈലും വിദ്യാസാഗർ സോങ് ആണ്. പാട്ടിൻ്റെ സ്റ്റൈലും ഓക്കെയാണ്, എന്നാൽ അതിൻ്റെ വിഷ്വലൈസേഷനും രസമായിരുന്നു. നായകനും നായികയും കൂടെ ഒരേ നായകൻ നായികയെ തന്നെ ഒളിഞ്ഞു നോക്കുന്ന വേറൊരു നായികയും ഇല്ലെങ്കിൽ വേറെ 2 പേര്. അതന്ന് ആ സോങ് എഡിറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണോ മനസ്സിലാക്കിയത്? അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നോ? ഇല്ല, അതാ ശശി സാറിന്റെ മാജിക് ആണ്. ഇതിപ്പോ നീ അല്ല നോക്കുന്നത്, ഇതിപ്പോ അവരല്ലേ നോക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, സാർ ആരാണ് നോക്കുന്നത്? അല്ലെന്നപ്പോഴും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ വിചാരിക്കും ഇത് നമ്മളിപ്പോൾ ആരെയാ നോക്കണേ, അവരെന്താ ഇങ്ങോട്ട് വരണേ. ദെൻ ഇറ്റ് ഓൾ മെയ്ഡ് സെൻസ് സോങ് കണ്ടപ്പോൾ. അതൊരു ഭാഗ്യമല്ല ഐ വി ശശി സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക. ഫ്രണ്ട്സിലേക്ക് വരുമ്പോൾ പോപ്പുലർ സിനിമകളുടെ ഭാഗമാണ് ദിവ്യ ഉണ്ണി ആ സമയത്തൊക്കെ. അപ്പോൾ ഫ്രണ്ട്സും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവുന്ന മെഗാ ഹിറ്റ് ആവുന്ന ഒരു പടമാണ്. സിദ്ദിഖ് ലാലിന്റെ സംവിധാനം മാത്രമല്ല, എൻ്റെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ ഓഫ് ആർട്ടിസ്റ്റുകളാണ്. എല്ലാം കിടില. ഊമക്കത്തെഴുത്തുകാരി ഉമ എന്നാണ് ശ്രീനിവാസൻ ചേട്ടൻ ആ സമയത്ത് പറയുന്ന ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉമ ശരിക്കും ഭയങ്കര ഒരു ഹൈപ്പല്ലായിരുന്നോ? ഈ പടങ്ങളൊക്കെ പറയുമ്പോഴും അത്തരം ചില ടീമുകളുടെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും. ജയറാമേട്ടനും ഞാനും കൂടെ ഏതാണ്ട് 5 or 6 പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ്. സോ ജസ്റ്റ് ആ ഒരു കാസ്റ്റിങ്ങിന്റെ വിഷൻ തന്നെ, ടു ഹാവ് മീ ആസ് എ സിസ്റ്റർ, അത് തന്നെ വാസ് ഡിഫറെൻറ്റ്. പക്ഷെ നമ്മൾ സിദ്ദിഖ് സാർ പറഞ്ഞാൽ ഇതാണ് ക്യാരക്ടർ. ആൻഡ് അവിടെ പോയി കുറേ നല്ല സീൻസ് ശ്രീനിയേട്ടൻ്റെ കൂടെ ഒരു ഹോൾ സിനേറിയോ ഉണ്ട്. ഇങ്ങനെ കൈനറ്റിക്കിൽ പോയി അവിടെ പോയി ഇവിടെ പോയി സ്പീഡിൽ പോയി, അതൊരു വലിയൊരു സെക്ഷൻ ഉണ്ടല്ലോ, അത് ബസ് സ്റ്റോപ്പിലേതോ ഫ്രണ്ട് അങ്ങനെ. സോ രസമായിരുന്നു അതൊക്കെ എല്ലാവരുടെയും. പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ലൈക്ക് ഓരോരുത്തരുടെ രീതികളും അവർ തന്ന എക്സ്പീരിയൻസും ഒക്കെ വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. അതിൽ തമാശകളൊക്കെ ഇത് റീവാച്ച് ചെയ്യാറുണ്ടോ? ജഗതി ചേട്ടൻ്റെ ആണി പറയും ഭയങ്കര രസമുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ആ പടത്തിലും. ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചാൽ തീരാത്ത ഒരുപാട് സിനിമകളിൽ ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നല്ലോ വരുമ്പോൾ. ഒരു പാമ്പറിംഗ് ഒക്കെ സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പഠിക്കാനൊക്കെ പഠിക്കാനൊക്കെ പരീക്ഷകൾക്ക് തിരിച്ച് പോവുക, ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുക,
തിരിച്ചിവിടെ വന്ന് മിഡ് ടേം എക്സാം എഴുതിയിട്ട് പോവുക, അതിനുവേണ്ടി ഉച്ചവരെ ഷൂട്ടിംഗ്, വേറെ സീൻസ് പ്ലാൻ ചെയ്യാതെ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പടം കല്യാണ സൗഗന്ധ്യത്തിൽ വരുന്നത് അതും വലിയൊരു ടീമാണ്. ജഗതി ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കലാഭവൻ ചേട്ടൻ, ഇതെല്ലാവരും കൂടെ ഉള്ളൊരു സീനിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? വിനയനങ്ങളാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് ദൂരദർശന് വേണ്ടിയിട്ട്. അപ്പോൾ അറിയാം, അപ്പോൾ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓക്കെ ഫൈനൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെയ്തത്. അത് പാമ്പേർഡായിരുന്നു. കാരണം ആ ഒരു ന്യൂ ഫേസും ഇത്രയും ആളുകൾ അത് ആ കുട്ടി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു കംഫർട്ടിലാണ് നിന്ന് ചെയ്തത് ഫുൾ സിനിമ. ജഗതി ചേട്ടൻ്റെ എങ്ങനെയായിരുന്നു? ജഗതി അങ്കിളുടെ കൂടെയുള്ള സീൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജസ്റ്റ് ചെറിയ എന്താ പറയുക, സ്പേസ് ഇട്ട് പറയുക, മോഡുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ സർപ്രൈസ് ആയിരുന്നു. കാരണം നമ്മൾ ഈ സിനിമകളിൽ കാണുമ്പോൾ ഇവർ നമ്മളെ ചിരിപ്പിക്കുമ്പോഴും, പക്ഷേ ഇവരെ വർക്ക് സ്പേസിൽ ഇവരുടെ ഫോക്കസ്ഡ് ഫേസ് അല്ലേ നമ്മൾ കാണുന്നത്. സോ അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ എല്ലാവരും വളരെ എന്താ പറയുക, വെൽക്കമിങ് ആയിരുന്നു. എല്ലാം യൂണിവേഴ്സിറ്റികളുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. KPSC ലളിത ചേച്ചിയാണെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ളത് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുമല്ലോ. ഈ പ്രണയവർണ്ണങ്ങളിൽ ഒത്തിരി സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പാട്ടിലാണ് ദിവ്യനെ കാണിച്ചുകൊണ്ടാണ് ആ സിനിമ തുടങ്ങുന്നത് തന്നെ. അത് ഒരു വേറൊരു മെഗാ ഹിറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വിദ്യാസാഗർ സാറിൻ്റെ സോങ്ങുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പടങ്ങളിലൊക്കെ ഇത്തരം സോങ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര രസമാണ്. പക്ഷേ ഈ സോളോ സോങ്സിൽ ഈ പറയുന്നത് പോലെ ആൾക്കാരെ പിടിച്ചിരുത്താൻ ദിവ്യനെ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും സോളോ സോങ്സ് ഉപയോഗിച്ചിട്ടുണ്ട് പാട്ടുകൾ. ഇപ്പോൾ മറോർത്തൂർ കനവിൽ അവിടെ ഇവിടെ ഓടി നടക്കുന്ന ആ പിള്ളേരുമായിട്ടുള്ളൊരു സോങ് ഇല്ലേ, അതും രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രണയവർണ്ണങ്ങൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മേക്ക് ഓവർ ആയിരുന്നു. എന്ന് വെച്ചാല് മോഡേൺ ആയിട്ടുള്ള ഒരു വേഷത്തിലേക്ക് വരുന്നതായിരുന്നു. അതുവരെ ചെയ്തിരുന്നത് ചുരം, കാരുണ്യം അങ്ങനത്തെ മൂവീസ് ആയിരുന്നു. സോ മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു. ആ മൂവിക്കാണ് ആദ്യമായിട്ട് ഒരു കോസ്റ്റ്യൂം ട്രയലൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളത്. വേറെ ഒന്നിനും അതിന് മുൻപും അതിന് ശേഷമൊന്നും അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. സോ അതും സിബി സാറിൻ്റെ ഒരു വിഷൻ, ഇത് ദിവ്യക്ക് ചേരും എന്നുള്ളത്. അല്ല, അത് നന്നായിട്ട് ചേർന്നു. അങ്ങനെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നില്ലേ. കാരണം മറ്റേ ആളുടെ ക്യാരക്ടർ, മഞ്ജു വാര്യരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ പാവമായിട്ടുള്ള എന്ന് കരുതുന്ന ഒരു ക്യാരക്ടർ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവർട്ട് ആയിട്ടുള്ള ഒരാള്. ഇത് രണ്ടും കൂടെ ഉള്ള മിക്സിങ്, അതിനകത്ത് വരുന്ന കുറെ ട്വിസ്റ്റുകൾ, പക്ഷെ അത് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ സിനിമയൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരുന്നു ഒരു ഫീല്? ഓർമ്മയുണ്ടോ തിയേറ്ററിൽ കണ്ടത്? ഉണ്ട്. തിയേറ്ററിൽ പോയി തന്നെയാണ് എല്ലാം കണ്ടിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ഒന്നുമില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോ അയ്യോ അതൊരു ശരിയായില്ല അങ്ങനെയല്ല, എല്ലാവരും ഓക്കെ ആണല്ലേ, എല്ലാവരും കാണുന്നുണ്ടല്ലേ, അങ്ങനെ നമ്മള് അന്നത് നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ. ഇന്നും അറിയില്ല. ഇന്ന് മക്കളൊക്കെ സിനിമ കാണുന്ന സമയത്ത് സിനിമ കാണുന്നുണ്ടാവില്ല, ത്രൂ ഔട്ട് സോങ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. അപ്പോഴൊക്കെ അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള പ്രായത്തിലേക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് പറയാ, ഇല്ല, അവരിപ്പോഴും അവരുടെ സൈഡിൽ നിന്നുള്ള ചിന്താഗതികളാണ്. ഇത് ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണോ പോയി അഭിനയിച്ച്, അതായത് അവരുടെ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അവരെ ഇപ്പോഴത്തെ അനുഭവിപ്പിക്കുന്നതൊക്കെ ഞാൻ അനുഭവിച്ചോ എന്നുള്ളതാണ്. അമ്മ ഇത് ചെയ്തപ്പോൾ ഹോംവർക്ക് ഉണ്ടായിരുന്നോ, അമ്മ എങ്ങനെ ഹോംവർക്ക് ചെയ്തു, അത്ര എത്തിയിട്ടുള്ളൂ, അതിൻ്റെ മേലേക്ക് ആയിട്ടില്ല. ഇടയ്ക്ക് നൃത്തത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ ഭരതനാട്യം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൃണാളിനി സാരാഭായി, പിന്നെ രുക്മിണി ദേവി ആരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പേരുകളാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ദാസിയാട്ടം എന്ന് വിളിച്ചിരുന്നത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് അവർ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ഷോയിലേക്ക് നമ്മൾ വന്നത്. ഇവിടെ കലാമണ്ഡലമൊക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തിരഞ്ഞു പോകാറുണ്ടോ, അതേ നമ്മൾ നൃത്തത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താണോ പോകുന്നത്? സോ ഞാൻ ചെറുപ്പത്തിലെ, അതായത് യൂത്ത് ഫെസ്റ്റിവൽ കാലഘട്ടങ്ങളിലൊക്കെ പഠിക്കുക, ഡെലിവർ ചെയ്യുക, ആ ക്വാളിറ്റി ആയിട്ട് ഡെലിവർ ചെയ്യുക, കോമ്പറ്റീഷൻ സ്പിരിറ്റ്, അതൊരു പാക്കേജ് ആണല്ലോ, അത് അത്യാവശ്യമാണ്. അതിന് നമ്മൾ എൻറോൾ ചെയ്ത് സൈനപ്പ് ചെയ്ത് അത് ഡെലിവർ ചെയ്യണം. അങ്ങനെ ഒരു പഠനമായിരുന്നു ആക്ച്വലി ഇന്ത്യ വിടുന്നത് വരെ. ഇന്ത്യ വിട്ട് ഇവിടെ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ദൂരെ ആയപ്പോഴാണ് അതിന് ആ ഒരു മൂല്യം ഇങ്ങനെ ജ്വലിച്ചു തുടങ്ങിയതും ഭരതനാട്യത്തിൽ മാസ്റ്റേഴ്സ് ചെയ്തതും. അപ്പോഴാണ് കൂടുതലായിട്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോയതും. അത് സദരിന്ന് അതിൻ്റെ ഒരു യാത്ര, സദർ പിന്നെ അതെങ്ങനെ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതും അവരുടെ കോൺട്രിബ്യൂഷൻസും, രുക്മിണി മാമിൻ്റെ കോൺട്രിബ്യൂഷൻസും, കലാക്ഷേത്രയുടെ സ്ഥാപനവും, പിന്നെ ഇവിടുത്തെ ഗ്രോത്തും. ഇപ്പോൾ കുറച്ചൊക്കെ ടെറിട്ടോറിയൽ ആയിട്ടുള്ളത്, അത് കേരളത്തിൻ്റെ
രീതികൾ, തമിഴ്നാടിൻ്റെ രീതികൾ, കർണാടകയ്ക്ക് എല്ലായിടത്തും ഭരതനാട്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും അതിനെ കാണുന്നത് രീതിയും അതിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം നമ്മൾക്ക് അവിടെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യൻസ് എന്നുള്ള രീതിയിലാണ്. മലയാളികൾ മാത്രമല്ല, കർണാടക കുട്ടികളുണ്ട്, ഗുജറാത്തി കുട്ടികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളുണ്ട്, തെലുങ്ക് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പല പല ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ നമ്മൾ അതിനെ തേടി പോയുള്ളൂ. അപ്പം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം തുടരണം. നമുക്കിവിടെ നമ്മുടെ എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്, നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. രണ്ടും ഉള്ളത് കൊണ്ട് ചോദിക്കുക, തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ പറയുന്ന കഥയിലെ വ്യത്യാസമുള്ളൂ, കുറച്ച് മുദ്രയിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. ഇതൊക്കെ കമ്പയർ ചെയ്തിട്ടും ഈ പ്രോഗ്രസീവായി ചിലർ മുന്നോട്ട് പോകും, കുറച്ചുകൂടെ മാറ്റം വേണം എന്നുള്ള അർത്ഥത്തിൽ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുന്നവരെ നമുക്ക് അധികം വിടാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മുന്നോട്ട് പോവും വേണം. കുറച്ചുകൂടെയൊക്കെ പ്രോഗ്രസീവായി തിങ്ക് ചെയ്യുന്നവർ ചില ആഡിങ്സ് ഒക്കെ കൊണ്ടുവരും, ചില ലിബറൽ ആയിട്ടുള്ള ചില സ്വാതന്ത്ര്യമൊക്കെ എടുക്കും. അതേക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? ദർ ഇസ് എ ബോക്സ്, ഐ തിങ്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നതേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഫോർ മീ ഒരു ഡാൻസ് പ്രാക്ടീഷണർ, ഇഫ് ദേ ഹാവ് ഇൻവെസ്റ്റഡ് ദിസ് മെനി ഇയേഴ്സ്, റൈറ്റ്, അവർക്കൊരു വിഷനുണ്ട്. സോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് പഠിച്ചു തുടങ്ങി നാളെ, അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പത്രമാണെങ്കിലും സിനിമയാണെങ്കിലും, ഇന്ന് സിനിമ കണ്ടിട്ട് നാളെ ഞാൻ പോയി സിനിമ എടുക്കുകയാണെന്ന് പറയുന്നവരെ ഓക്കെ, വി ഡോണ്ട് ഹാവ് ടു അവർക്ക് അറ്റൻഷൻ കൊടുക്കണം. പക്ഷേ ഒരു 20-25 വർഷമായിട്ട് ആ കലാരൂപത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ ഇത് എൻ്റെ ഒരു വിഷൻ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് ഒരു കാര്യം വെച്ച് തരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ കാണാനെങ്കിലും ഒരു മനസ്സ് കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് അത് എത്തിക്കാൻ, അഗൈൻ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്, എല്ലാ ആർട്ടിസ്റ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടോർച്ച് കൈമാറാനുള്ള കൈകൾ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് കൈമാറണമല്ലോ, നമ്മൾക്ക് തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ അത് കൈമാറണമെങ്കിൽ അതിനൊരു കൈ നീണ്ടു വരണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കൈകളെ നമ്മൾ സോ അതിന് വേണ്ടിയിട്ട് എനി എക്സ്റ്റെൻഡ് ഓഫ് എന്താ പറയുക, നമ്മളുടെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അഡ്വഞ്ചേഴ്സ് ആർ ഓക്കെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്തൊരു ഈ കലാരൂപത്തിലേക്ക് ഒരു ഡാൻസ് ഉണ്ട്, ഒരു ഡ്രാമയുണ്ട്, പിന്നെ എക്സ്പ്രഷൻസ് ആണുള്ളത്. ഇതൊക്കെ നമുക്ക് സിനിമയിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എക്സ്പ്രഷൻസ് സിനിമയിലേക്ക് വരുമ്പോൾ സെറ്റിലായി പറ്റും. ക്യാമറ അത്രയും നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര വിസിബിൾ ആക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു ഉപകരണം വന്നപ്പോൾ നമ്മൾ കുറേ മാറേണ്ടി വന്നു. അതുകൊണ്ടാണ് നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നപ്പോൾ. അതേപോലെ ഡാൻസുകാരി സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഭയങ്കര സെറ്റിലാവേണ്ടതുണ്ട്. അത് ആദ്യം അങ്ങനെ തന്നെ ചില എക്സ്പ്രഷൻസ് കൂടിപ്പോയെന്ന് അഭിപ്രായം വന്നിട്ടുണ്ടോ? അതേ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളുകയും ഈ സംവിധായകരുടെ കൃത്യമായ ഗൈഡൻസ് ഉള്ളപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാണോ ദിവ്യ ഉണ്ണി ശരിക്കും അഭിനയിച്ചത്? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് അത് എന്നോട് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഡാൻസിൽ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്ത്. പക്ഷേ ആക്ച്വലി ഡാൻസിലും നമ്മൾ വളരെ സട്ടിലാണ് എക്സ്പ്രഷൻസ്. അത് നമ്മൾ പഠിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങളും കഥകളും പറയുന്നത് ദൈവങ്ങളുടെ കഥകളൊക്കെയാണ്. സോ എല്ലാ വിചാരങ്ങളെ അതിജീവിച്ചവരുടെ കഥയാണ് നമ്മൾ പറയണത്. സോ ഈവൻ ഇപ്പം നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഇപ്പോൾ കാളിക്ക് ദേഷ്യം വന്നാൽ തന്നെയും ദേഷ്യം ഇസ് ജസ്റ്റ് ഒരു പൊട്രയൽ, സോ ദാറ്റ് അത് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ദേഷ്യം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു സങ്കല്പം കൂടി ഉണ്ട് നമ്മളെ അത് കുറച്ച് അതാണ്. ആസ് യു സ്പെൻഡ് ഇയേഴ്സ് വിത്ത് ദിസ് ആർട്ട് ഫോം, അത് then it starts talking to us in a different way. So this is something later on I understood. പിന്നെ നമുക്ക് 4 രീതിയിലുള്ള 4-fold അഭിനയം ഉണ്ടല്ലോ. അതിൽ ഈ സാത്വികമുണ്ട്, ആഹാര്യം, വാചികം, അത് അങ്ങനത്തെ വരുന്നതിൽ സാത്വികമുണ്ട്. അപ്പോൾ ആ സാത്വികത്തിൽ നമ്മൾ ബിക്കമിങ് വൺ വിത്ത് ദ ക്യാരക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണല്ലോ. സോ അതും കൂടെ പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് സിനിമയിലാണെങ്കിലും ഏത് കലാരൂപം ഏതാണെങ്കിലും എനി ഫോം ഓഫ് ആർട്ട്, ബീറ്റ് സിനിമ, ബീറ്റ് ആക്ടിങ്,
നാട്യം എന്ന് പറയുന്നത് ആക്ടിങ്ങും ഇസ് ഓൾസോ ഫോം ആണല്ലോ. അപ്പോൾ ആ സാത്വിക ഭാവത്തിലേക്ക് എത്തുമ്പോൾ യു ആർ ബിക്കമിങ് വൺ വിത്ത് ദ ക്യാരക്ടർ. സോ ബി ഇറ്റ് ഇൻ എ സ്ക്രിപ്റ്റ്, ഇൻ എ സിനിമ ഓർ ഓൺ സ്റ്റേജ്. ആ സാത്വിക ഭാവത്തിലെത്തുമ്പോൾ അപ്പോൾ അവിടെ ഒരു ഓവർ ആക്ടിങ്ങിൻ്റെ ഒരു സ്പേസ് വരുന്നില്ല. ഇപ്പം മനസ്സിലായില്ല, അന്ന് മനസ്സിലായില്ല എനിക്ക്. അന്ന് ഞാൻ ഇത്രയും ഒക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയൊന്നുമല്ല ചെയ്തത്. അന്ന് ആളുകൾ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞത് ചെയ്തതാണ്. ദിസ് ഇസ് സംതിങ് ഐ ജസ്റ്റ് ലേൺ, ഐ എം ഷെയറിങ്, അത്രേ ഉള്ളൂ. അടിപൊളി. അതേപോലെ തന്നെയാണ് ഇത് ഹിന്ദുയിസം ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതെപ്പോഴെങ്കിലും ഒരു തരത്തിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ കൂടെ ഇതിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യണം എന്ന് പറയുന്ന ചിന്തയിൽ എവിടെയെങ്കിലുമൊക്കെ അത് കല്ലുകടിയെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഇതൊരു ട്രഡീഷണൽ ഒരു സാധനമാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിരിക്കുന്നത് ഹിന്ദുയിസോ ബുദ്ധിസോ ഒക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഗതികളൊക്കെയാണ്. അതെവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ? നോ, ആക്ച്വലി അത് ലിബറൽ ആയിട്ടേ ഉള്ളൂ. ബിക്കോസ് അത് ഒന്ന് തുറക്കുമ്പോൾ, ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മളുടെ ഈ പ്രോജക്റ്റിൻ്റെ കൈതപ്രം തിരുമേനി എഴുതിയിരിക്കുന്ന ഗാനം തന്നെ മൃദംഗനാദം, അതായത് ശിവൻ്റെ ഡാൻസിൻ്റെ അക്കമ്പനിമെൻസിൻ്റെ അതിനെ ആണ്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെർക്കഷൻസ്, അത് വരുന്ന എലമെൻറ്റ്സ്, ആൻഡ് ദെൻ അതിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് എല്ലാമായി, ക്രിയേഷനായി, കോസ്മോസായി, എലമെൻറ്റ്സ് ആയി, എല്ലാമായി ആ പാട്ടിൽ. സോ ദർ ഇസ് നത്തിങ്, ഇറ്റ് ഇസ് സോ ലിബറൽ. യു സി, അതിൽ വേറെ ഒരു എന്താ പറയുക, റിലീജിയൻ ആയിട്ടുള്ളതൊന്നും വരുന്നില്ല, വളരെ സെക്യുലർ ആണ്. സോ നമ്മൾ ഓരോന്നും കെട്ടഴിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് സെക്യുലർ സംഹൗ. അറ്റ്ലീസ്റ്റ് വെൻ ഐ അപ്രോച്ച് ഇറ്റ്, നമുക്കവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഹിന്ദുയിസം ബേസ്ഡ് അങ്ങനെയല്ല, അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ്. എവറിബഡി ഈസ് ഏബിൾ ടു പെർസീവ് ഇറ്റ്. നമ്മുടെ സ്റ്റുഡൻറ് ബേസിന് അവിടെ ദിവ്യയുടെ കണ്ണുകൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത് യക്ഷിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആകാശഗംഗ ലെൻസൊക്കെ ഇട്ടാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു റിയാക്ഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആകാശഗംഗ ശരിക്കും വിനയൻ സാറിൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ ആകാശഗംഗയുടെ ഒരു അനുഭവം എന്തായിരുന്നു? യക്ഷിപ്പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്ന കുറേ സാങ്കേതികതകൾ ചേരേണ്ടതുണ്ട്, പലതരത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. കാരണം യക്ഷി നമ്മുടെ ഒരു സങ്കല്പമാണ്, പക്ഷെ അത് ആൾക്കാരുടെ മനസ്സിലുള്ളതുപോലെ അതിൻ്റെ അപ്പുറത്തേക്കും കാണിക്കണം. അപ്പോൾ പറന്നു പോകണം, ഇൻവിസിബിൾ ആകണം, അങ്ങനെയൊക്കെ. ആകാശഗംഗ എങ്ങനത്തെ അനുഭവമായിരുന്നു? അതിൻ്റെ ഇഫക്ട്സ് ഒക്കെ രാമേന്ദ്ര ബാബു സാറിൻ്റെ ക്യാമറ വർക്കായിരുന്നു. സോ ഞാൻ ഞാൻ എന്താ പറയാ, നമ്മള് ക്രെയിനിന്റെ പുറത്തിരിക്കുക, കാലുകൾ മാത്രം നടക്കുക, ആളുകളൊന്നും, നമുക്കൊരു പിക്നിക് പോലെയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓൾ ദ ടീം. നമ്മളായിട്ട് എനിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രൊപ്പല്ലറും എല്ലാ രാത്രി ഷൂട്ട്സും, ഐ തിങ്ക് ഏതാണ്ട് 20-25ഓളം ദിവസം രാത്രികൾ ഫുൾ നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു. ഈ പ്രൊപ്പല്ലറൊക്കെ വെച്ച് അടിക്കുന്ന സമയത്ത് നമ്മൾ വേറെ അനുഭവമല്ലേ? അതെ, ഫുൾ ടൈം ഇങ്ങനെ കരിയില മുഖത്തൊന്ന് അടിക്കുക, അതാ ഒഴുകി നടക്കുക എന്ന് പറയുന്നത് അനുഭവം എന്ന് പറയുന്നത്. ഇതേ കൈതപ്രം സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം, അതിനകത്ത് തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ള എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ, വടക്കിനി കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനേട്ടം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, ശരിക്കും തെളിയാത്ത പേന എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരി ഇങ്ങനെ തെളിയാത്ത റീഫിലർ കൊണ്ട് കയ്യിലെഴുതിയ ബിംബമാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ശരി, വടക്കിനി കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനേട്ടം എന്ന് വെച്ചാൽ വടക്കിനി കോലായിൽ അന്ന് വിഷുവിന് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷുവിളക്ക് അറിയാതെയാണ് ഈ കാമുകനും കാമുകിയും കൂടെ കൈനേട്ടം കൈമാറിയത്. അപ്പോൾ അവർ ഇരുട്ടത്തായിരുന്നില്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രേമത്തിൻ്റെ സങ്കല്പങ്ങളിൽ ഈ കൈപിടിച്ചിരിക്കുന്ന സമയത്ത് കാമുകനും കാമുകിയും കൂടെ ഇപ്പോൾ ദൂരേക്ക് നോക്കിയിരിക്കുമ്പോഴും ഐയെന്നോ എല്ലെന്നോ യു എന്നോ ഒക്കെ കയ്യിലെഴുതിയാൽ രണ്ടുപേർക്കും സെൻസ് ചെയ്യാൻ പറ്റുമോ അത് വെച്ചിട്ട്? അപ്പോൾ വിരലല്ലേ സാറേ എന്ന് ചോദിച്ചു. അത്രയും ആവാം എന്ന് പറഞ്ഞു. സാർ ഭയങ്കര രസമായിട്ട് പാട്ട് എഴുതുന്ന ഒരാളാണ്. ഇതും കൈതപ്രം ആണല്ലോ ഇത് എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടാക്കിയ. അതെ, എനിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയാ, പേന കൊണ്ട് എഴുതിയ വരികൾക്ക് കോറിയോഗ്രാഫി ചെയ്യാന്നുള്ളത്. ആൻഡ് ഓൾസോ ഇതിന് എടുത്തു പറയേണ്ടത്, തിങ്ക് അബൌട്ട് ഇറ്റ്, ഇത്രയും നർത്തകർ ഒരേ കോറിയോഗ്രാഫി, നമ്മൾ ഇത് ഗ്ലോബൽ ഞാൻ പറഞ്ഞു, ഞാൻ US ഇവിടെ കേരളത്തിലിരുന്ന് കൈതപ്രം സാർ അത് എഴുതി, ഞാൻ US അത് കോറിയോഗ്രാഫി ചെയ്ത് അതിവിടുത്തെ ഡാൻസേഴ്സിലെ അവരിലേക്ക് എത്തിക്കുകയാണ്, ഗുരുക്കന്മാരത് അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. സോ അത് കലയുടെ ശക്തിയാണ്. മൃദംഗനാദം എന്ന് പറയുന്നത് ആ ഒരു നാദം
ഇനിയും ഇനിയും ഉയർന്നു കേൾക്കാൻ പോകുന്നത് അത് അത്രയും നർത്തകരിലൂടെയാണ്. സോ ഇതൊക്കെ നമുക്ക് കല തരുന്ന ഭാഗ്യമാണ്. ദാറ്റ്സ് ദി ഓൺലി റീസൺ. ഇതിപ്പോൾ ഡാൻസ് ആണോ സിനിമയാണോ എന്നുള്ളതല്ല, അത് ടു ബി, ഐ ഡോണ്ട് തിങ്ക് വി ഗെറ്റ് ടു ചൂസ് ടു ബി എൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ആർട്ട് ഹാസ് ടു ചൂസ് അസ്. ഇല്ലെങ്കിൽ അല്ലേ, ഐ ഡോണ്ട് തിങ്ക് നമ്മളിപ്പോൾ ഞാൻ നാളെ തൊട്ട് ഐ എം ഗോയിങ് ടു ബി, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഹാസ് ടു കം. നമ്മളെ തിരഞ്ഞെടുത്താലേ പറ്റുള്ളൂ. സോ അതൊക്കെ ഭാഗ്യമാണ്. സോ ജസ്റ്റ് വെരി ബ്ലെസ്ഡ്, അത്രേ ഉള്ളൂ. ക്ലീശ ചോദ്യമാണെങ്കിലും ചോദിക്കാതിരിക്കാൻ വയ്യ. സിനിമ എന്തായാലും സ്ക്രിപ്റ്റൊക്കെ കേൾക്കുന്നുണ്ടാവും, എന്നാണ്? അഗൈൻ ഞാനിനി നാളെ സിനിമ ചെയ്യുന്ന സെയിം തിങ്, റൈറ്റ്? രണ്ടിനും ഒരേ ആൻസറാണ്. നാളെ ഞാൻ സിനിമ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാം. ഇറ്റ് ഹാസ് ടു കം, എവറിത്തിങ് ഹാസ് ടു ലൈൻ അപ്പ്. ലൈൻ അപ്പ് ആയാൽ തീർച്ചയായിട്ടും